ഷഫീദ് റാവുത്തർ അഭിഭാഷകയുമായി സംസാരിക്കുന്നുണ്ട്. ഷഫീദ്, എന്താണ് കോടതി വിധിയിൽ യുവ അഭിഭാഷകർക്ക് പറയാനുള്ളത്? ഹഷ്മി, നമുക്കറിയാം വളരെ ക്രൂരമായിട്ടുള്ള സംഭവമായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ ഷാമിലി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാമിലി, ഇത് 27 റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ നീതി കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും നീതി കിട്ടിയെന്ന് തന്നെയാണ് കരുതുന്നത്. കോടതിക്കും ഇത് മനസ്സിലായി, ക്രൈമിൻ്റെ ഗ്രേവിറ്റി മനസ്സിലായി. കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും. ഇത്തരത്തിലൊരു തീരുമാനം വന്നപ്പോഴും എനിക്ക് ആ ഒരു ഇത് തന്നെയാണ്. എന്താണോ ന്യായം, എന്താണോ നീതി, അത് നടക്കട്ടെ എന്നുള്ളതാണ്. അപ്പോഴും പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം, ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് ഷാമിലിയാണ്. ഇയാളുടെ കണ്ണിന്, പ്രതിയുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്, കണ്ണാടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണോ? ആസ് എ ലോയർ, ഒരു കേസിന് നമ്മൾ ഏതൊക്കെ തരത്തിൽ ഡിഫെൻസ് ഉണ്ടാക്കും എന്നുള്ള കാര്യം എനിക്ക് വളരെ ബോധ്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ലോയറാണ്. ഞാനൊരു ക്രിമിനൽ ലോയറിൻ്റെ ജൂനിയർ ആയിരുന്നു. ഒരുപാട് പേർക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ സെക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കത് അറിവുള്ളതാണ്. എന്നിട്ടും വേണ്ട, അവിടെ എന്താണോ നടന്നത് എനിക്ക് അതിനുള്ള നീതി കിട്ടിയാൽ മതി. എനിക്ക് അവിടെ നടന്നത്, എന്നെ അടിച്ചു, എന്നെ വേദനിപ്പിച്ചു, അതിനുള്ള പരിഹാരം എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് മാത്രം. അതല്ലാതെ ഞാൻ ജൂനിയറായി എനിക്ക് എൻ്റെ മൊഴി അത്ര സ്ട്രോങ് അല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പല മീഡിയയിലും പൊതുജനങ്ങളും അഡ്വക്കേറ്റുമാരും ഉണ്ട് എൻ്റെ മൊഴി സ്ട്രോങ് അല്ല. ആയിരിക്കാം അവിടെ എന്ത് നടന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ബെയിലിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ അഭിഭാഷകരുടെ സംഘം ഉണ്ടായിരുന്നു. കവിളിൽ തട്ടിയൊക്കെ ഈ ബെയിലിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇന്ന് കോടതിക്കകത്ത് ഒരു കൂട്ടം അഭിഭാഷകർ പറയുകയാണ്, ധൈര്യമായിരിക്കൂ, ബെയിലിൽ ഞങ്ങളുണ്ടൊപ്പം. നിങ്ങളും ഇതേ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അതെ, ഒരിക്കലും പക്ഷെ ഞാൻ അവരെ തെറ്റു പറയില്ല. കാരണം അതിലൊരു പൊളിറ്റിക്സോ മറ്റൊന്നുമല്ല, സൗഹൃദം. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിഷമം ഉണ്ടാവില്ലേ? കാരണം നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റ ഒരാളല്ലേ? എൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ട്. എന്തായാലും ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഏതൊരു കാര്യത്തിനായാലും രണ്ട് വശം ഉണ്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിനായാലും, പ്രത്യേകിച്ച് കേസിൻ്റെ കാര്യത്തിൽ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിഫെൻസിന് വേണ്ടിയിട്ട് അവർ ഓരോ കഥ പറയുമ്പോഴും അഡ്വക്കേറ്റായി എനിക്കറിയാം ഇതിനപ്പുറം കഥകൾ ഇനി വരും. ഡിഫെൻസിന് വേണ്ടി അവരെന്തും പറയും എന്നുള്ള കാര്യം എനിക്ക് വളരെ ബോധ്യമുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അവരെ, പ്രതിയുടെ കൂടെ നിൽക്കുന്ന ആരെയും ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ട് കുറ്റം പറയൊന്നുമില്ല. അവരുടെ സൗഹൃദത്തിന് പുറത്ത് അവർ നിൽക്കുന്നു. രണ്ടുപേരും അഭിഭാഷകരാണ്. അപ്പോൾ രണ്ടുപേരും അവരുടെ ഇടയിലുള്ള ആളുകളാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ്. അതിൽ എനിക്ക് വേറെ അഭിപ്രായം. ഇപ്പോഴും നിങ്ങളുടെ ഈ മുഖത്ത് ഈ തിളിർത്ത് പാട് കിടക്കുകയാണ്, മർദ്ദനമേറ്റ പാട് കിടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബെയിലിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ അത് ഒരു നീതി കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. കാരണം അത്രയധികം ക്രൂരത നിങ്ങൾ അനുഭവിച്ചു. നിങ്ങൾ ആ ദിവസമൊക്കെ പ്രതികരിച്ചത് അങ്ങനെയാണ് ഷാമിലി പ്രതികരിച്ചത്. തീർച്ചയായും. പക്ഷേ ബെയിൽ കിട്ടും അല്ലെങ്കിൽ അതിനോട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ ഞാൻ പറയുന്ന കാര്യമാണ്, കോടതിയുടെ തീരുമാനം എന്ത് തന്നെ ആയാലും ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പിന്നെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കോടതിയുണ്ട്, അതിലും എനിക്ക് വിശ്വാസമാണ്. എന്തായാലും ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, റിമാൻഡ് ചെയ്താലും റിമാൻഡ് ഇപ്പോൾ ചെയ്തില്ലായിരുന്നുവെങ്കിലും ബെയിൽ കൊടുത്താലും ഇല്ലെങ്കിലും എനിക്ക് നീതി കിട്ടി എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായി നിൽക്കുന്നു. ഹഷ്മി, അതാണ് ഷാമിലിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. ഷാമിലി പറഞ്ഞത്, ഈ വിഷയത്തിൽ ഈ അഡ്വക്കേറ്റുമാരുടെ പിന്തുണ അത് ബെയിലിനുണ്ട്. ആ പിന്തുണ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. കാരണം സ്വാഭാവികമായും സൗഹൃദത്തിൻ്റെ പേരിൽ പിന്തുണയ്ക്കും. അതേസമയം ഈ ബെയിലിൻ്റെ കാര്യത്തിൽ കോടതി ഇക്കാര്യത്തിൽ ബെയിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും റിമാൻഡിലാകുന്നു. അതടക്കം താൻ അനുഭവിച്ചതിന് അതൊക്കെ ഒരു ശിക്ഷയായി മാറും എന്നുള്ള കാര്യം ഷാമിലി പറയുന്നുണ്ട്. നിയമപോരാട്ടം തുടരും എന്നുള്ള കാര്യവും ഷാമിലി വ്യക്തമാക്കുന്നുണ്ട്. ഹഷ്മി.